ട്രാൻസിഷൻ എടുക്കാൻ നോക്കണ സമയം കൊണ്ട് വേറെ ചാപ്റ്റർ ഹബീബീസ് എന്തൊക്കെയാണ് മച്ചാനെ, നമുക്ക് 12th ബോർഡ് എക്സാം ആണ് കേട്ടോ, എക്കണോമിക്സിന്റെ. അപ്പൊ രാവിലെ തന്നെ ഇക്കാൻ വിളിച്ച് എഴുതിച്ച് നേരെ സ്കൂളിൽ കൊണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ നേരെ സ്കൂളിൽ ചെന്ന് നമ്മൾ അവിടെ നിന്ന് നമുക്ക് എക്സാം എഴുതിയിട്ട് സ്കൂളിലോട്ടാണ് പോയത്. ഇതൊരു 3.5 മണിക്കൂർ കഴിഞ്ഞാണ് എക്സാം കഴിഞ്ഞത്. അങ്ങനെ എക്സാം കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ വേറെ ഒരു പയ്യനെ കൂടി എടുത്ത് നമ്മൾ നേരെ നമ്മുടെ സ്ഥിരം സ്പോട്ടിലോട്ട് വിട്ടു. അവിടെ ചെന്ന് ഒരു ലൈവും മീറ്ററോളം കൂടി അടിച്ച്. ഇവിടെ ഈ ലൈവിന് വെറും 25 രൂപ ഉള്ളൂ. 25 രൂപയ്ക്ക് എന്തായാലും സാധനം മുതലാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് തെറിച്ച്. പിന്നെ ഇന്നത്തെ എക്സാമിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എക്സാമൊക്കെ എഴുതി 100% വിജയം. അധികം കുറഞ്ഞൊന്നുമില്ല, അത്രയൊക്കെ തന്നെ നീ കണ്ടറിയാം. ശരി വെച്ചു. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ ഇതായിരിക്കണം ബോളിയും പായസം. പിന്നെ ഒന്നും നോക്കിയില്ല, ബോളി എടുത്ത് പ്ലേറ്റ് ഇട്ട് പായസം പൊട്ടി ചൈലോട്ടം ഒഴിച്ച് ഒറ്റൊരു പിടി പിടിച്ച് 2-3 ഒറ്റ അടിക്കുന്നത് തിന്നണം, ഒരു കിറക്കടിക്കും യോപ്പ. അങ്ങനെ വൈകിട്ടൊക്കെ ഇപ്പോൾ ചായ അടിക്കാന്ന് പറഞ്ഞ് നമ്മളെ പയ്യൻ വന്ന് വിളിച്ച്. പിന്നെ അവനുമായിട്ട് നേരെ പുത്തുന്തോപ്പ് ബീച്ചിലോട്ടങ്ങ് ഇറങ്ങി. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് നേരം കടലൊക്കെ നോക്കി ഇന്നതിന് ശേഷം അവിടെ തന്നെ ഉള്ള ഒരു കഫേ ഉണ്ട്. അവിടെ കയറി ഒരു ചായയും കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് പോണ വഴി റോഡിലൊരു തേങ്ങ എടുത്ത് മാറ്റിയിടാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നിന്നപ്പോൾ ഒരു മാമിയൊന്നും എന്തായാലും മാറ്റിയിട്ട് ഇതുപോലെല്ലാം കാണണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് മാറ്റിയിടുക കേട്ടോ. ഏതെങ്കിലും വണ്ടിയെ കൂടി കയറി അടിച്ച് വീഴും. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഇക്കായനെ വിളിച്ച് നമ്മൾ നേരെ മർജാനിലോട്ട് പോയി. അവിടെ ചെന്ന് ഓരോ കുഴിമന്തിയും കഴിച്ച് റാഹത്താക്കിയിട്ട് തിരിച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വെച്ചു. ശരിയെന്നാ ബൈ.